സവാള ഗംഭീരമായ ഒരു പവർ പ്ലേ ആണ്. ഒരു വശത്ത് BJP ഒരു ഭീഷണിയാക്കി ഇങ്ങനെ നിലനിർത്തുകയാണ്, അങ്ങനെ ഒരു നെറേറ്റീവ് അവിടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതുറപ്പാണല്ലോ. മറുവശത്ത് അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ കാണില്ലേ, രാജ്യവിരുദ്ധമായ നിലപാടുകൾ ഇങ്ങനെ സധൈര്യം പറയുകയാണ്. ഇപ്പൊ രാഹുലിന്റെ ഒക്കെ വർത്താനം കേട്ടു നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പോലും രാഹുലിന്റെ വായിൽ നിന്ന് വരുന്നത് എന്താണ്? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. മുസ്ലിം ലീഗ് ഇല്ലാതെ, ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ കോൺഗ്രസിന് ഇന്ന് കേരളത്തിനകത്ത് രാഷ്ട്രീയമായിട്ടൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പൊ വീണ്ടും ഈ പ്രീണനം നിങ്ങൾ ഇതേ മീറ്ററിൽ തന്നെ തുടർന്നു കൊണ്ട് പോകുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അസ്തമിക്കുന്നു. നിങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിങ്ങളുടെ നയങ്ങൾ തീരുമാനിക്കുന്നതും തീർച്ചയായിട്ടും മറ്റുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് യാതൊരു സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. താൻ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നും തന്നോട് മതം മാറുവാൻ വലിയ തരത്തിലുള്ള നിർബന്ധമുണ്ടായി എന്നും അതിന്റെ പേരിലാണ് താൻ ആത്മഹത്യ എന്ന് എഴുതി വെച്ചാലും ഈ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം അവരെ സംഘിയാക്കുക, വർഗീയവാദിയാക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് അതൊരു ടെംപ്ലേറ്റ് ആണ്. ആ ടെംപ്ലേറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. അതിനിപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ്. ഇനി അവർ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ആരിഫ് ഹുസൈനെ പോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജനിച്ച ഒരാളായിക്കൊണ്ടുപോട്ടെ, അവരാരെങ്കിലും യാഥാർത്ഥ്യം പറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പിടിച്ച് സംഖ്യയാക്കുക എന്നുള്ളതാണ്. ശ്രീ രജി, ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് വ്യക്തിപരമായി അങ്ങേക്കെങ്കിലും തോന്നുന്നില്ലേ? നല്ല പാർട്ടിയോടെ ചോദിക്കുന്നു. എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിക്കുകയും എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുകയും അതാത് മതങ്ങളിൽ വിശ്വസിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശവും അധികാരവും നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ആ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനും ആ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കാനും ഓരോ കോൺഗ്രസ് അതിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ട്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. നിങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? നിങ്ങളുടെ മതം അതിൽ വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് ആചരിക്കാനും നിങ്ങൾക്ക് ഇവിടെ ഉള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോടൊരു പ്രത്യേക സ്നേഹമോ ഒന്നും അല്ല ഇന്റർനാഷണൽ കോൺഗ്രസ് അതിന്റെ തുടക്കം മുതൽ വരുന്നത്. 140 വർഷമായി ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടി, അതായത് ഇന്ത്യയിലെ, അറിയാമല്ലോ, നമ്മുടെ വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടേത്. ഇന്ത്യയിലെ ജാതികളും ഉപജാതികളും ചേർന്ന് 43 ലക്ഷം എണ്ണമാണ് ഇന്ത്യയിലുള്ളത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി, ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഈ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അത് ബഹുസ്വരതയിലാണ് വിശ്വസിക്കുന്നത്. നിർത്തടോ, കുറെ നേരമായല്ലോ. നീ ഒറ്റ ഒരുത്തനെ ഇതിനൊക്കെ കാരണം. ഞാനെന്ത് ചെയ്ത്? ഇപ്പൊ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കായാലും എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് ഇസ്ലാം ഒരു മതമാണ്. ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ഒരു കൾട്ടാണ്. അതിന് ഒരു മറ മാത്രമാണ്, അല്ല അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മതം പരിവേഷം എന്ന് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. നമ്മൾ അതിനെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നുള്ളൂ. വിശ്വാസികൾ പോലും അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഇത് തിരിച്ചല്ല. സാധാരണ അങ്ങനെയാണ് പറയാറുള്ളത്, മതത്തിന്റെ ഭാഗമായിട്ടൊരു രാഷ്ട്രീയം. അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ് ഈ മതവിശ്വാസം. അതായത് ആ സംഗതിയെ വേർതിരിക്കണം. ഇതും ഒരു തുടക്കമാണ്. ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഈ നാടകളെ കുട്ടിച്ചോറാക്കും. അപ്പൊ ഇത് വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തികമായ അഭിവൃദ്ധി കൊണ്ടോ നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. ഈ ഐഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് കാണാൻ തിരിച്ചറിയാൻ നമ്മൾ സാധിച്ചാൽ മാത്രമാണ്. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഈ പ്ലെയിൻ ഇടിച്ചു കയറ്റിയ മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ആള്, അയാളുടെ ചരിത്രമുണ്ട്. ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആയിട്ട് അവിടെ യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് അയാളെ കുറിച്ച് അയാളുടെ പ്രൊഫസർ പിന്നീട് പറഞ്ഞ എന്താണ്, നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു വിദ്യാർത്ഥി. പക്ഷെ അവന്റെ പുസ്തകത്തിൽ ഈ തീസിസിന്റെ മുകളിൽ എഴുതിയത്, ഞാൻ എന്റെ ഈ വർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ള ഖുറാനിലെ സൂക്തമാണ് എഴുതിയത്. പക്ഷെ വകനിടിവ് ഇത് ഞാൻ ഒരിക്കൽ എന്റെ +2 പഠിക്കുന്ന കാലത്താണ് ഞാനിത് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു. എന്റെ ഫസ്റ്റ് ഇയറിൽ എന്റെ അനാറ്റമി റെക്കോർഡ് ഞാൻ സബ്മിറ്റ് ചെയ്യും. അതിന്റെ മുകളിൽ ഞാൻ എഴുതിയത് ഇതേ സാധനമാണ്. കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് മുഹമ്മദ് ആറ്റയാണ്.
കാരണം എന്താണ്, മുഹമ്മദ് ആറ്റ ഫൈറ്റ് ചെയ്തത് ലോക സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പൊ എന്റെ ഈ തീസിസ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്റെ ടീച്ചറിനോ അല്ലെങ്കിൽ എന്റെ കോളേജിനോ യൂണിവേഴ്സിറ്റിക്കോ ഒന്നും അല്ല, ഇത് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? മുഹമ്മദ് ആറ്റയിൽ നിന്നാണ്. എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ, ജീവിതം ചുമ്മാ വെടി തീർന്നു പോയുള്ളൂ. ഇങ്ങനെയൊക്കെ ഈ മുഹമ്മദ് ആറ്റയെ നെഞ്ചിലേറ്റി നടന്ന ഞാൻ എങ്ങനെ ഇങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അവിടെ മതത്തിന് മുകളിൽ രാജ്യത്തെ പ്രതിഷ്ഠിച്ചു. അതേതായാലും നന്നായി. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് സമസ്ത പോലെയുള്ള ചില സാമുദായിക സംഘടനകൾ കണ്ണുരുട്ടിയപ്പോൾ സ്വന്തം സംസ്ഥാനം, അതായത് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത് നല്ല ഗംഭീരമായി നടപ്പിലാക്കിയിട്ടും കോൺഗ്രസ് ഇവിടെ അതിനെതിരെ തള്ളിപ്പറഞ്ഞു. എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടക്കുണ്ടാക്കും. അപ്പൊ ആ തരത്തിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടോ ഈ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിലേക്ക്? ഇത് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. അത് കോൺഗ്രസിൽ ആർക്കാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത്? അത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്കല്ലേ, അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇവരിത് സംസാരിക്കേണ്ടി വരുന്നത്. അത് ശരിയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗ് ഇതിനകത്തൊരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് പറയില്ല. നീ എന്നെ അത്രയ്ക്കാൻ കൊച്ചാക്കല്ലേ. ബഹുമാനായ ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം അതിനെ വിമർശിച്ചാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന്. 1980 നമ്മളിവിടെ ഒരു ഐക്യമുന്നണി സംവിധാനം രൂപപ്പെട്ടി അതിന്റെ ഭാഗമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അവർ ഇവിടുത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഓരോ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഓരോ മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിനോ പ്രാദേശികമായിട്ടോ ദേശീയ തലത്തിലോ ഒക്കെ പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കാനും അത് രൂപീകരിക്കുവാനും ഒക്കെ കഴിയും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് 145 കോടി ജനങ്ങൾ വരുന്ന ഒരു വലിയ ജനസഞ്ചയമാണ്, ജനസമൂഹമാണ്. ഈ വൈവിധ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒറ്റ രീതിയിൽ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നത്? അത് ഇന്റർനാഷണൽ കോൺഗ്രസ് ചെയ്ത സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. നമ്മുടെ രാജ്യം കാക്കുന്ന സൈന്യത്തിന്റെ എത്ര ജാതിയുണ്ട്, സൈനികരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നീ ഏതാ ജാതി, നീ ഏതാ ജാതി, അയ്യോ മറ്റേ ജാതി കുറവാണല്ലോ. അതല്ല ഇപ്പൊ പറഞ്ഞത്, രാഹുലാണ് പറഞ്ഞത്. ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു. പെഹൽഗാം ആക്രമണം നടന്ന സമയത്ത് എന്തായിരുന്നു ഈ മൗനം? ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും ശ്രീ റജി. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ എന്തായിരുന്നു നിലപാട്? ഇവിടെ ട്രംപ് പറയുന്നത് വിശ്വസിച്ച് ഒരു ചർച്ച നടത്തിയില്ലേ പാർലമെന്റിൽ? എന്റെയും അങ്ങയുടെയും ഒക്കെ നികുതി പണം കൊണ്ടാണ് ആ പ്രത്യേക ചർച്ച നടത്തിയത്. എന്തിനായിരുന്നു ആ ചർച്ച? എന്താ ഉറക്കം വരുന്നു? ആരെയാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത്? രാജ്യത്തിന്റെ സൈന്യത്തെയാണോ അതോ മറ്റാരെങ്കിലും പറയുന്നതാണോ വിശ്വാസത്തിൽ എടുക്കേണ്ടത്? ഈ പാകിസ്ഥാന്റെ ഒരു ക്രിക്കറ്ററുണ്ട്, എന്ത് സംഭവിച്ചാലും ഒരു ഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അയാള് രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പരാമർശിച്ചത്. അത് പിന്നെ വീണ്ടും ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്? സ്ഥിരം പറയുന്ന ചില ന്യായീകരണങ്ങൾ, ബഹുസ്വരത, ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമേ. ഇത് നല്ല ന്യായം. ഇത് സ്ഥിരം കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന ഒരു പല്ലവിയാണ്. സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു കടമ അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഇതിനകത്ത് ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ആരിഫ് ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളെല്ലാം കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ നല്ല ഒന്നാന്തരം കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ഇന്ന് ഈ കോൺഗ്രസ് വിരുദ്ധത മാത്രം പറയുന്ന ഒരു രീതിയിലേക്ക് വല്ലാത്ത ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അല്ല സാർ ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. അതായത് കോൺഗ്രസിന് ഇങ്ങനെ സ്ഥിരമായിട്ട് കുത്തിക്കൊടുത്തുകൊണ്ടിരുന്ന കുടുംബങ്ങളെല്ലാം മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് ഇനിയും മനസ്സിലാകുന്നില്ല. വീണ്ടും നിങ്ങളിരുന്ന് ന്യായീകരിക്കുക. ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഒരു വശം ഇടിഞ്ഞു കഴിഞ്ഞു. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും സംഭവിക്കുക? എനിക്ക് തോന്നുന്നു ഇവിടെ മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയുടെ എന്തൊക്കെയാ ഉണ്ടാവാന്ന് ആർക്കറിയാം. മുന്നോട്ടുള്ള പോക്കിൽ ഇതാണ് കോൺഗ്രസ് വീണ്ടും തുടരുന്നതെങ്കിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ചുമക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലെത്തും. എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം മലബാറിൽ നിന്ന് ഉയർന്നിരിക്കും. ഒരു സംശയം വേണ്ട. അവരത് വെച്ചിരിക്കും. കോൺഗ്രസ് അതിന് കീഴ്പ്പെട്ടുമിരിക്കും. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ? കാരണം കോൺഗ്രസിന് നട്ടലുള്ള നേതൃത്വമേ ഇല്ല. അവര് പറയുന്നതനുസരിച്ച് തുള്ളാൻ മാത്രമേ നിങ്ങൾക്കിനി കഴിയൂ.
ഈ അപകടകരമായ കോൺഗ്രസ് പൊളിറ്റിക്സ്, CPM പൊളിറ്റിക്സ്, ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. ഇനി തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടെ റെജി അദ്ദേഹം ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ അത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് ഗാന്ധി തന്നെയാണ്. അപ്പൊ അതെന്തിനായിരിക്കും കൂടി ഒന്ന് അദ്ദേഹം പറയണം. അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ വലിയൊരു സംഭാവനയായിരുന്നു നമ്മളുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്തായിരുന്നു എന്നും കൂടി ഒന്ന് നമുക്ക് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതൊക്കെ വളരെ മോശമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഏറ്റവും മതേതരമായ ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഷാജിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഇതിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് നമ്മൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുള്ള അസഭ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വേശ്യാവൃത്തിയാണെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം. ഈ കോണി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കോണിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത്. ഞാൻ ഈ മലബാർ റീജിയനിൽ നിന്നാണ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ഈ വോട്ട് പിടിക്കുന്നത് നമുക്കറിയാം. ലീഗിൽ നിന്ന് പോയാൽ നിങ്ങൾ ദീനിൽ നിന്നുമാണ് പോകുന്നതെന്നാണ് അവർ പറയുക. ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ മതമാണ് വലുത് എന്ന് പറയുന്നത് ഇതേ ഷാജി തന്നെയാണ്. ഇനി നിങ്ങൾ പറയും ഇതിലെവിടെയാണ് ഈ പറയുന്ന മതേതരത്വം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നത് അത് മുസ്ലിമിന് മാത്രമാണ്. നിങ്ങൾക്കൊരു മുസ്ലിമിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോയി ഒരു പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത അത് മറ്റു മതത്തിൽപ്പെട്ടുള്ള ആളുകൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇവിടെ ഏതൊരു മുസ്ലിമിന് വേണമെങ്കിലും BJP-യിൽ പ്രാഥമിക അംഗത്വം എടുത്ത് അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറി ആവാം. അതിന്റെ കാൻഡിഡേറ്റ് ആയിക്കൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി ആവാനുള്ള അവസരം BJP കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നിഷേധിക്കുമോ? അപ്പോൾ അങ്ങനെയാണോ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നതല്ല? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഇവിടെ ബാന്ധവം സ്ഥാപിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജനാധിപത്യം ഹറാമാണെന്ന് പറഞ്ഞിരിക്കുന്ന ടീമാണ്. അവരുടെ ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹിയാണ്. അത് ഇക്കാമത്ത് ദീനാണെന്നാണ് അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ അവർ പറയുന്ന മറ്റൊരു സാധനമാണ് ഇവിടുത്തെ ഈ കോടതി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത് ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ്. അവർ മാറ്റിവെച്ചു. അവരിപ്പോ പഴയ പോലെ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പഴയ പോലെ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പഴയ പോലെ അല്ല എന്ന് പറഞ്ഞാൽ RSSനെയും നിങ്ങൾ ഏൽക്കുമോ? അതോ ഈ ആനുകൂല്യം മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും മാത്രം കൊടുക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഒരു പ്രിവിലേജ് ആണോ ഈ പറയുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ? ഇതൊക്കെയാണ് എനിക്കറിയേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, ഇത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ ഇന്നും നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സ്വാതന്ത്ര്യ കാലത്ത് മുതൽ ഗാന്ധി വരെ കൊണ്ടു നടന്നിട്ടുള്ള സംഗതികൾ അത് ഇന്നും നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുക മാത്രമല്ല ഇന്നും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിൽ ഈ കോൺഗ്രസും ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തെടുക്കുന്ന ഈ ഒരു സംഗതിയും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിന് കൊണ്ടെത്തിയത്. ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നിങ്ങൾ കൊണ്ടെത്തിയത്. ഈ വക തമാശയൊക്കെ പറയാതെ തമാശയല്ലടാ, ചങ്കിൽ തെറ്റേ ഞാൻ പറഞ്ഞത്. എന്റെ ഒക്കെ ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തിരിച്ചിട്ട് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടൊരു ഒരു ജീവനുള്ള ഒരു പ്രതിപക്ഷത്തിന് ഇവിടെ നിലനിർത്താൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പണിയെടുത്ത് കാണിക്കൂ. വളരെ തെറ്റായ ദിശയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു ജനാധിപത്യ രാജ്യമാക്കി നമുക്ക് മൗലിക അവകാശങ്ങൾ പ്രദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. എന്നിട്ട് എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിക്കുകയും എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുകയും അതാത് മതങ്ങളിൽ വിശ്വസിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശവും അധികാരവും നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ സാധനം പിടിച്ചോണ്ട് പോയിട്ട് ഇനി മേലെ മുന്നിൽ കൊണ്ടുവരുന്നു.